കണ്ണൂർ ഇരിക്കൂർ കല്യാട് സുമലതയും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ ശനിയാഴ്ചയാണ് വീട് കുത്തിത്തുറന്ന് 30 പവൻ സ്വർണ്ണാഭരണങ്ങളും 5 ലക്ഷം രൂപയും മോഷണം പോയത്. സുമലതയും മകൻ സൂരജും പണിയിലേക്ക് പോയതിനാൽ വീട്ടിൽ മൂത്ത മകൻ സുഭാഷിന്റെ ഭാര്യ ദർശിതയും കുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ദർശിത തന്റെ ആൺ സുഹൃത്തായ സിദ്ധരാജുവിനൊപ്പം സ്വന്തം നാടായ ഹുൻസൂറിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തി. നാട്ടിലെത്തിയ ശേഷം ദർശിത മകളെ വീട്ടിലാക്കി സിദ്ധരാജുവിനൊപ്പം പോയതായാണ് ലഭിക്കുന്ന വിവരം. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ദർശിതയെ കർണാടകയിലെ ഒരു ലോഡ്ജിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദർശിതയുടെ മുഖം വികൃതമായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്റർ വെച്ച് വായിൽ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സംശയം. രാവിലെ ലോഡ്ജ് ജീവനക്കാരനാണ് മുറിയിലെ കിടക്കയിൽ ദർശിത ഗുരുതരമായി പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് ജീവനക്കാർ ഹുൻസൂർ പോലീസിൽ വിവരമറിയിച്ചു. ഉടൻ തന്നെ മുറിയിലുണ്ടായിരുന്ന കർണാടക സ്വദേശിയായ സുഹൃത്ത് സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് ഇയാളുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൊലപാതകത്തിലും മോഷണത്തിലും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇരിട്ടി ഡിവൈഎസ്പി പി.കെ. ധനഞ്ജയ ബാബു, കരിക്കോട്ടകരി ഇൻസ്പെക്ടർ കെ.ജെ. വിനോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.